ഹായ് ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറക്കുട്ടി സ്വാഗതം പറ. പാറക്കുട്ടി പറ. പാറക്കുട്ടി സ്വാഗതം പറയുന്നില്ല. പാറക്കുട്ടി ഇങ്ങനെ ഇരിക്കുക അല്ലേ? പാറക്കുട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അലമ്പാട്ടോ. പകല് മൊത്തം വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക. വെറുതെ കരയുക അല്ലേ? പാറക്കുട്ടിക്ക് ഞങ്ങളന്ന് മിംസിൽ പോയി കാണിച്ച് ഉറക്കത്തിനുള്ള മരുന്നും പിന്നെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നുണ്ടല്ലോ, അന്നേരം അത് പോകാനുള്ള ഒരു ഗുളികയും കൂടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ ഗുളിക കൊടുത്തതിന് ശേഷം എപ്പോഴും പാറുക്കുട്ടിക്ക് വയറിന് അസ്വസ്ഥതയാണ്. വയറിന് അസ്വസ്ഥതയായിട്ടുണ്ടെങ്കിൽ പാറുവിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് വേണം പറയാൻ. പാറു നല്ല അലമ്പായിരിക്കും കേട്ടോ. പാറുവിന് എന്നും ഡെയിലി എല്ലാ ദിവസവും മോഷനൊക്കെ കറക്റ്റായി എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ പാറുവിനെ കൊണ്ട് ഒരു അലമ്പുമില്ല. പാറു അങ്ങനെ ഇതിലൊക്കെ കുറേ നടക്കും, പിന്നെ കുറേ പോയി കിടക്കും, കളിക്കും, അങ്ങനെയൊക്കെ അങ്ങ് ഓരോ ദിവസം അങ്ങനെ പോവും. പക്ഷേ വയറിന് അസ്വസ്ഥതയായിട്ടുണ്ട്. പാറു ഭയങ്കര അലമ്പാട്ടോ. ഇപ്പോൾ ഈ ഒരു 1.5 മാസത്തോളമായി ആ ഗുളിക കൊടുക്കുന്നതിന് ശേഷം പാറുക്കുട്ടിക്ക് വയറിന് നല്ല അസ്വസ്ഥതയാണ്. അതിന് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു ആ ഗുളിക കഴിക്കുമ്പോൾ വയറിനുള്ള അസ്വസ്ഥത ഉണ്ടാവും, അന്നേരം വയറ്റിന്ന് പോവാതൊക്കെ വരും. പോവാനുള്ള മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ വെള്ളമൊക്കെ നന്നായി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില ടൈമിൽ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോഴാണ് പാറക്കുട്ടി ഭയങ്കര അലമ്പാകുക. അതിൻ്റെ കൂടെ നമ്മുടെ കിച്ചൂട്ടനും അലമ്പാക്കും. ചില സമയത്ത് രണ്ടാളും കൂടി അലമ്പാക്കിയാൽ ചേട്ടനും കൂടി വീട്ടിലില്ലാത്ത ദിവസം സുഖമായിരിക്കും എനിക്ക് കേട്ടോ. ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങളായിരിക്കും മിക്കവാറും. ചിലപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷം 5 മണിക്ക് 6 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അന്നേരം ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. ഒരാളുടെ പണി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആളുടെ പണിയാവും. മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും മോൾക്ക് വെള്ളം കൊടുക്കണം, മോൾക്ക് ഫുഡ് കൊടുക്കണം, അങ്ങനെ ഓരോ പണി കൊണ്ട് സമയം കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ഞാൻ പറഞ്ഞല്ലോ 1.5 മാസത്തോളമായി മരുന്ന് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ നല്ല അസ്വസ്ഥതയാണ് വയറിന് അസ്വസ്ഥതയായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അങ്ങനെ പിന്നെ ഇവർ രണ്ടാളും കാര്യങ്ങൾ നോക്കാൻ ചിലപ്പോൾ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഭക്ഷണമൊക്കെ കറിയൊക്കെ 2 ദിവസത്തേക്കും അങ്ങനെയൊക്കെ വെച്ച് വെക്കല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും നടക്കൂല രണ്ടാളും കൂടി അലമ്പാക്കിയാൽ. അങ്ങനെയൊക്കെ ഓരോ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ ചേട്ടൻ ഇവിടെയുള്ളപ്പോൾ ചേട്ടൻ എല്ലാ പണിയിലും എന്നെ സഹായിച്ചു തരും. അതുകൊണ്ട് കുറേ ആശ്വാസമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. രാവിലെ ചായയും കടിയാക്കി മോൻ്റെ കാര്യങ്ങൾ നോക്കി പാറക്കുട്ടിക്ക് കൊടുത്ത്, പാറക്കുട്ടിക്ക് ദോശയാണേലും എന്താണേലും പാറക്കുട്ടിക്ക് കൊടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. അന്നേരം പിന്നെ ഒരു പണിയും തീരുമില്ല. പിന്നെ പാറു അലമ്പാക്കിയാലും അല്ലേ? അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കാര്യം. പിന്നെ എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു മോൾക്ക് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ അന്നേരം 1-2 വീഡിയോയിൽ ഞാൻ എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. മോൾക്ക് എനിക്ക് ഡെലിവറി ടൈമിൽ ഫ്ലൂയിഡ് മൊത്തം പോയിട്ട് ഡോക്ടർ ഇൻഫോം ചെയ്യാതെ അവർ നോർമൽ ഡെലിവറി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്കെന്താ മോൾക്ക് ഉള്ളിലിരുന്ന് ശ്വാസം മുട്ടിപ്പോയി, തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ പറഞ്ഞു. ഹോസ്പിറ്റൽ അനാസ്ഥ കൊണ്ടാണ് എൻ്റെ മോൾക്ക് ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ അല്ലേ? ഇപ്പോൾ പാറക്കുട്ടിക്ക് ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുകയാണ്. കാരണം ഓരോ വർഷങ്ങൾ അങ്ങനെ പോവുമല്ലേ. അപ്പം കിട്ടുന്ന സമയം മോൾക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കിച്ചൂട്ടനും ഉള്ളത് കൊണ്ട് എവിടെയും പോയി നിന്ന് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ടല്ലേ പാറക്കുട്ടി നമ്മൾ സ്പീച്ചിന് പോകണം. പിന്നെ മോൾക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അന്നേരം അതിൻ്റേതായ തെറാപ്പികളെല്ലാം ഉള്ളിടത്ത് പോവുകയാണെങ്കിൽ മാത്രമേ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എവിടെയും പോകാത്തത്. കുറേ പേര് എന്നോട് പിന്നെയും ചോദിക്കുന്നുണ്ട്. പുതുതായിട്ട് വന്ന ആളുകളാണ് കേട്ടോ. മുൻപുള്ളവർക്കൊക്കെ അറിയാം. അവർ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളും പാറക്കുട്ടീൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ പുതുതായി വന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ.